ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക്നോ ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ആംബുലൻസ് ഡ്യൂട്ടി ആയിട്ടാണ് വന്നേക്കണേ. കോളൺ 108. അപ്പോൾ നമുക്ക് പോവാം. ഇന്നൊരു കൊറോണ ടൈമിൽ രോഗിനായിട്ടാണ് വന്നേക്കണം. അപ്പോൾ നമുക്ക് ആളെ വേഗം പാലക്കാട് എത്തിക്കണം. ഇല്ലെങ്കിൽ ആൾക്ക് ഇവിടെ ഓക്സിജനുള്ള ഫെസിലിറ്റി ഇല്ല. അത് കാരണമാണ് നമ്മൾ ഇപ്പോൾ പാലക്കാട് കൊണ്ടുപോകണേ. കാര്യം ഇത് കരുവാരക്കുണ്ടിലധികം ആശുപത്രി ഫെസിലിറ്റീസ് കുറവാണ്. ഓക്സിജൻ്റെ ഫെസിലിറ്റീസൊന്നും ഇല്ല. അത് കാരണം നമ്മൾ പാലക്കാടേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് വണ്ടികൾ സഹകരിച്ച് തരുമെന്നൊന്നും അറിയില്ല. അപ്പോൾ പറ്റണ പോലെ നോക്കാം. അപ്പോൾ പോലീസുകാരൊക്കെ മുന്നേ പോയി തോന്നുന്നുണ്ട്. നമ്മൾ ഇനി ഇവിടെ നിന്ന് പിടിച്ച് പോകണം. പിന്നെ അടുത്തുള്ള വല്ല ഹോസ്പിറ്റലിൽ നിന്ന് ഓക്സിജനൊക്കെ കയറ്റണം. കാര്യം വണ്ടിയിൽ ഇപ്പോൾ 2 ടാങ്ക് ഓക്സിജനേ ഉള്ളൂ. അത് വേഗം കഴിയും. ഇപ്പോൾ പരമാവധി എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്. 5 മണിക്കൂറാണ് ഡോക്ടർ പറഞ്ഞേക്കണത്. നമുക്ക് പരമാവധി 4 മണിക്കൂർ കൊണ്ട് എത്തിക്കാൻ നോക്കണം. വണ്ടികളൊന്നും തീരെ സഹകരിച്ച് തരുന്നില്ല. നമുക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനുള്ളതില്ല. നമുക്ക് ഇപ്പോൾ പിടിച്ച് പോകാൻ നമുക്ക് നമ്മൾ ഏകദേശം എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് എത്തിക്കാം. ഈ വണ്ടിയിൽ വേഗം സ്പീഡ് കാരണം അത്യാവശ്യം വേഗം എത്തുമെന്ന് വിചാരിക്കാം. പിന്നെ ഇതിൻ്റെ ഒറിജിനൽ ഡ്രൈവർ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയതുകൊണ്ട് ആളുടെ ഫാമിലിക്ക് എന്തോ ഒരു കേസുണ്ട് വീടിൻ്റെ. അപ്പോൾ അത് ബാങ്കുകാർ വന്നപ്പോൾ ആ കേസ് കൊണ്ടുകൊണ്ട് പോയിക്കണം. അപ്പോൾ അതാണ് ആൾ നമ്മൾ ഏൽപ്പിച്ചത്. അപ്പോൾ നമുക്കിനി വണ്ടി കൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ആംബുലൻസിനെ ഓടിച്ച എക്സ്പീരിയൻസേ ഇല്ല. ഇത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ആംബുലൻസ് ഓടിയത്. പിന്നെ ഞാൻ വീണ്ടും പറയാം, ഇത് ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ വീഡിയോ കാണണവർ എല്ലാവരും ലൈക്ക് ചെയ്യുക. കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ഓക്സിജൻ കയറ്റിയിട്ട് വേണം നമുക്ക് പോകാൻ. ഇവിടുന്ന് ഓക്സിജൻ ഓക്കെ കയറ്റിയിട്ടുണ്ട്. എന്നാണ് അവർ പറഞ്ഞത്. വേറെ വല്ല പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് പരമാവധി വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 4 മണിക്കൂറാണ് ഞാൻ വിചാരിച്ച ടൈമാണ്. അതിലവിടെ എത്തിക്കഴിഞ്ഞാൽ പണിയാണ്. കരുവാരക്കുണ്ടിലാണ് ഇത് പണി. ടാസ്ക്കാണ് ഇവിടുന്ന് വണ്ടിയുടെ മാറിത്തരാൻ. വണ്ടിയിൽ ഇപ്പം തന്നെ എടുക്കാൻ വന്നത്. ഇതേപോലെ കുറേ ചെകുത്താൻ്റെ സ്വഭാവങ്ങളൊക്കെ കമ്മലുണ്ട്. വണ്ടി ഓടിക്കാൻ കഴിയില്ല. അപ്പം അവരെപ്പോലെ ഉള്ളവരെ കൊണ്ട് വലിയ ശല്യം. നമുക്കതൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല. നമുക്ക് പിടിച്ച് വെക്കാം. അടുത്തത് നമുക്കെല്ലാവരും ജീവൻ ഒരേപോലെ നിൽക്കുക. ഇവിടെ നിന്ന് ഒരു ഡോക്ടറുണ്ട്. ആളെയും കൂടി കെട്ടിയിട്ട് വേണം പോവാൻ. ഇത്ര ടൈം ഓക്കെ. അപ്പോൾ ആള് കയറിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നിന്ന് വണ്ടി എടുത്ത് പോവാം. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഇനി ആൾക്കാരെ ഇവിടെ നിന്ന് രോഗിനെ ചെക്ക് ചെയ്തു. അപ്പോൾ ഡോക്ടർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെയും 2 മണിക്കൂറാണ് ടൈം പറഞ്ഞേക്കണം. ജസ്റ്റ് 2 hours. അതിനുള്ളിൽ എത്തിക്കാൻ പറ്റുമോ നോക്കണം. ഇയാളൊന്ന് ഇനി പിന്നെയും വിളിക്കണം. ഇയാളെ ഞാൻ കൊല്ലിന്. ഉണ്ടോ രോഗി അവിടെ വിളിക്കണം. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് നേരെ വെച്ച് പിടിക്കതേ വേണ്ടോ. ഇനി ബ്രേക്കുമ്പോൾ ചവിട്ടല്ല, മൊത്തം ആക്സിലേറ്റർ വന്ന് കാലെടുക്കണില്ലേ. ഒരു കത്തിക്കല് നോക്കാലോ കത്തിക്കാൻ പറ്റുമെന്ന്. ചിലയിടത്തുനിന്നൊക്കെ വീഡിയോ കട്ടായി പോവും. നിങ്ങളാരും ഇതാക്കണ്ട. ഞാൻ ഓരോ വീഡിയോ കട്ട് ചെയ്താണ് വീഡിയോ എടുത്തേക്കണം. അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അടുത്തോട്ട് ഇതിലേക്കാളും മെച്ചോർഡായിട്ടുള്ള വീഡിയോ കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ നല്ല മഴയായിരുന്നു. റോഡൊക്കെ ഭയങ്കര സ്ലിപ്പാണ്. റോട്ടിൽ കൂടെ ഓടിക്കാൻ തന്നെ ടാസ്ക്കാണ്. നല്ല മഴ ഉണ്ട്. അത്യാവശ്യം ടാസ്ക്കാണ് ഇതിൽ കൂടെ ഓടിച്ച് പോയത്.
ജസ്റ്റ് മിസ് ഇപ്പം തന്നെ തട്ടിയെന്നെ. അപ്പോൾ അവിടെ തട്ടാണ്ട് നമ്മൾ സേഫായിട്ട് അങ്ങോട്ട് തന്നെ വളച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് മിസ് എന്നാ പറയണ്ടോ, ഒന്നുമില്ലെങ്കിൽ ആ പോസ്റ്റ് പിടിച്ച് ഇപ്പം പടായാണ്. പെട്ടെന്ന് ആ വണ്ടി മുങ്ങി വന്നപ്പോൾ ആകെ പണി. അപ്പം ഇതേപോലെ ചില ഇതുണ്ടാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയാലും അധികം എനിക്കറിയില്ല ഇതിനെക്കുറിച്ചൊന്നും. പ്രത്യേകത ഫോഴ്സ് ആയ കാരണം ഇത്തിരി ടാസ്ക് ഈ വണ്ടി ഓടിക്കൽ. അതിങ്ങനെയുള്ള മഴ സീസൺ ടൈമിലൊക്കെ ഇത്തിരി ടാസ്ക് ഈ വണ്ടി ഓടിക്കൽ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഈ ആംബുലൻസും കാര്യം 100-ന് താഴെ പോയാൽ ഇന്ന് അവിടെ എത്തൂല. അപ്പോൾ പരമാവധി ഞാൻ അവിടെ എത്രയും വേഗം എത്തിക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ സ്പീഡ് മീറ്റർ നോക്കാൻ 200 കഴിഞ്ഞു. അപ്പം അത്രയും വേഗം എത്തിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എത്തിക്കും. അല്ലാണ്ട് ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ജോലി ഏറ്റെടുക്കണമെങ്കിൽ ഇത് ഞാൻ ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മൾ എത്ര പോയാലും എത്ര സ്പീഡിൽ പോയാലും ആ ടൈമിങ്ങിൽ എത്തണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. പാലക്കാട് എത്താറായിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 2-3 മണിക്കൂറാണ് ഇനിയും ടൈമുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വണ്ടി നല്ല വണ്ടിയാണ്, കണ്ടീഷനൊക്കെ ഓക്കെയാണ്. പിന്നെ ബ്രേക്കിങ് ഇത്തിരി കുറവുണ്ട്, അത് തന്നെ ടാസ്ക്കാണ്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ നമുക്ക് സൈറണൊക്കെ ഇട്ടുണ്ട്, എന്നാലും വണ്ടിയോട് മാറ്റത്തില്ല. അപ്പോൾ ഫ്രീ ഉള്ള റൂട്ടിൽ കൂടെ നമുക്ക് വേണ്ട ആംബുലൻസ് എന്നുള്ള ബോധം പോലും ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി പ്രത്യേകിച്ച് ഇവിടെ എന്തിട്ടാ ഏതോ ഒരു കളവനെ കയറ്റാണ്ട് ഇവിടെ നിന്ന്. ഇതും ഓക്സിജൻ ഗൈസ്, 3 ടാങ്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എത്രയും വേഗം എത്താൻ പറ്റും എത്രയും വേഗം പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം സ്ഥലം എനിക്ക് ക്ലിയറായിട്ട് അറിയില്ല. എന്തായാലും പാലക്കാട് എത്താറായുണ്ട്, അതെനിക്ക് 100% ഉറപ്പുണ്ട്. ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിലാണ് അധികം ഇത്തിരി കൂടി ഫെസിലിറ്റീസ് കൂടുതൽ അവിടെ. അപ്പോൾ ഇത് ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻ്റ് ആണ്, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്, അത് നിങ്ങൾ ഓർക്കണം. ഈ ഇതേപോലെ ഒരു വളവും കൂടി ഉണ്ടെന്ന് തോന്നണു, എനിക്കറിയില്ല ക്ലിയറായിട്ട്. കോ ഡ്രൈവറാണെന്ന് വെച്ചാൽ ലീവിലാണ്, ആൾക്ക് പനിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കൊറോണ ടൈമിലൊന്നും അങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ മാത്രമാണ് ഇപ്പോൾ വണ്ടിയിൽ, ഞാനും പിന്നെ ആ പേഷ്യൻസുമാണ് ആകെ വണ്ടിയിലുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ ഇവിടം വരെ എത്തിച്ചു. ഇതേപോലെ പാലക്കാട് എത്തിക്കണം. പിന്നെ കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്താൽ മതി, വേഗം എത്തുമായിരിക്കും. ഇപ്പോൾ വണ്ടി കൊണ്ടുവരുന്നതിന് മുമ്പ് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. കഴിഞ്ഞ വട്ടം പോയപ്പോൾ ഭയങ്കര ഇത് കുറവായിരുന്നു. പരമാവധി ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതേപോലെ തിരിച്ച് പോവലും എനിക്ക് ഉറപ്പില്ല തിരിച്ചെത്തുന്നു. ഈ വഴി പോയിട്ട് കുറച്ചങ്ങോട്ട് വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകണം, എന്നാലാണ് അവിടെ എത്തുള്ളൂ. ഈശ്വര, ഇതൊക്കെ എന്തൊക്കെ വഴിയത്. കോളനിയിൽ കൂടെ ഒക്കെ പോകണം, അതാണ് ടാസ്ക്. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് നമുക്ക് വേഗം പോയിക്കൊണ്ടേ പിന്നെ ഇതിൽ വേറെ ടയർ ഇത്തിരി കുഴപ്പമുണ്ട്, അതൊക്കെ മാറ്റാൻ വേണ്ടി ആ വണ്ടി എടുത്ത് പോകാൻ നിൽക്കുമ്പോഴാണ് ഈ കേസ് വന്നത്. അപ്പോൾ നമുക്കൊരു കേസ് വന്നാൽ അത് വിട്ട് കളയാൻ പറ്റില്ല. അപ്പോൾ പരമാവധി വണ്ടികളൊക്കെ മാറ്റി നിർത്തി പോകാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഭാഗത്തൊന്നും അധികം ട്രാഫിക്കില്ല, പക്ഷേ അധികം മറ്റേ ഹൈവേയിലത്തെ പോലെ ഇവിടെ ഇല്ല ട്രാഫിക്ക്. അപ്പോൾ നമ്മൾ അപ്പോൾ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ അടുത്തൊരു സബ് റോഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇനി അടുത്ത സബ്സ്ക്രൈബേഴ്സ് 100ആണ്. അത് എത്രയും വേഗം എത്തിക്കാൻ പറ്റുമോ അത് അത്രയും വേഗം എത്തിക്കാൻ നോക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക.
ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ മോർ വീഡിയോസ് എന്ന് പറഞ്ഞൊരു ലിങ്കും കൂടിയും കമൻറ്റും കൂടി ഇടണം. അപ്പോൾ ഇതേപോലെയുള്ള മോർ വീഡിയോസിന് ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ടൈം പറഞ്ഞല്ലോ, ആ 3 ഹവേഴ്സിനുള്ളിൽ അവിടെ എത്തിക്കണം. ഇനി ഒരു മണിക്കൂർ തികച്ച് വേണ്ട അവിടെ എത്താൻ. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല, 3 മണിക്കൂറാകും വേണം. അപ്പോൾ തികച്ചിനി വേണ്ട, ഒരു 2 മണിക്കൂറും കൂടി മതി. അപ്പോൾ ഗൈസ് നമുക്ക് പോയിക്കൊണ്ടിരിക്കും. അബാം ഫോൺ വിളിക്കണ്ടല്ലോ, പണിയായ. എന്തടാ? ഞാൻ പാലക്കാട് എത്താറായി. വെയിറ്റ്, ജസ്റ്റ് 5 മിനിറ്റ്സ് എത്തി. ഇപ്പത്തും ജസ്റ്റ് 5 മിനിറ്റ്സ്. ഞാൻ വണ്ടിയിൽ അവിടെ ഫുള്ള് ക്രാഷ് ആയാലും സൈഡിൽ കൂടെ എടുക്കാൻ ജസ്റ്റ് 5 മിനിറ്റ്സിൽ എത്തും, പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മ അബാനോട് എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് 1 മിനിറ്റിലെത്തും. അബാനെ വിളിച്ച് കാര്യം പറയാം. ഞങ്ങൾ ആശുപത്രിയുടെ എത്താറായിട്ട് ഗേറ്റ് തുറന്നിട്ടോ. അപ്പോൾ അതും നമ്മൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആശുപത്രിയിൽ യെസ് ഗായ്സ് വി റീച്ച്ഡ് ആശുപത്രി. അബാനെവിടെ? ഇവനെ കാണുന്നില്ല. എന്നിട്ട് അതേ വരുന്നു. ഇപ്പോൾ വില ഇറക്കട്ടെന്ന്. ഓക്കെ, നമ്മൾ അബാനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെക്കൻ വണ്ടിയിൽ ആൾക്കാരെ ഇറക്കിയിട്ട് ആശുപത്രിയുടെ ഉള്ളിലേക്ക് ഓടിയുണ്ട്. അപ്പോൾ വണ്ടി ഇനി ക്ലീൻ ആക്കണം ഗൈസ്, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. വണ്ടി വണ്ടിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഗൈസ്.